അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെക്കുറിച്ചാണ്, നമ്മുടെ വീടുകളെക്കുറിച്ചാണ്, നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചാണ്. നാളെ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു ഘട്ടത്തെക്കുറിച്ചാണ്. വയോജന സൗഹൃദ കേരളം വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മറ്റു ജീവിത രീതികളിലുമെല്ലാം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നമ്മുടെ സംസ്ഥാനം ഇന്ന് മറ്റൊരു വലിയ പ്രശ്നം നേരിടുകയാണ്. കേരളത്തിന് പ്രായമാവുകയാണ്. ഇത് കേവലം ഒരു സാമൂഹ്യ പ്രശ്നമല്ല, അതിനപ്പുറം സാമ്പത്തികവും മാനുഷികവുമായ ഒരു വലിയ വെല്ലുവിളിയാണ് ഇത് ഉയർത്തുന്നത്. ജനസംഖ്യാവർദ്ധനവിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തത് ജനനനിരക്ക് കുറയുന്നു എന്നതാണ്. ഒരു സമൂഹം നിലനിൽക്കാൻ ആവശ്യമായ ആകെ ജനനനിരക്ക് TFR ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആണ്. കേരളത്തിലത് 1.4ലും താഴെയാണ്. രണ്ടാമത്തെ കാരണം ജനങ്ങളുടെ ശരാശരി ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു എന്നതാണ്. ഇന്ന് കേരളത്തിൽ 5-ൽ ഒരാൾ 60 വയസ്സിന് മുകളിലാണെന്ന കണക്കുകൾ ഇതിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ശരാശരി ആയുർദൈർഘ്യം 75 വയസ്സിനും മുകളിലാണ്. മൂന്നാമത്തെ കാരണമായി പറയുന്നത് കേരളത്തിലെ യുവാക്കൾ തൊഴിൽ തേടി പുറത്തേക്ക് പോകുന്നു എന്നതാണ്. ഇത് കാരണം കുട്ടികൾ കുറയുന്നു. ഇത് കേവലം സാമ്പത്തികമോ സാമൂഹികമോ മാത്രമായ ഒരു പ്രശ്നമല്ല, നമ്മുടെ തൊഴിൽ മേഖലയെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധി കൂടിയാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയും തൊഴിൽ തേടിയും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും പറക്കുന്ന മലയാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ അവർ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ നാട്ടിലെ വലിയ വീട്ടിൽ ബാക്കിയാവുന്നത് വാർദ്ധക്യത്തിൻ്റെ നിശബ്ദതകൾ മാത്രമാണ്. ഒരിക്കൽ 3 അതിലധികമോ കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന വീടുകൾ ഇന്ന് അണുകുടുംബങ്ങളായി മാറിയിരിക്കുന്നു. പല വീടുകളിൽ അച്ഛനും അമ്മയും മാത്രം, ചില വീടുകളിൽ ഒരാൾ മാത്രം. പണമുണ്ടാകാം, മറ്റു സൗകര്യങ്ങളുണ്ടാകാം, എന്നാൽ സംസാരിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെടലിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറിയിരിക്കുന്നു. പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് വിഷാദം, ഒറ്റപ്പെടൽ, സുരക്ഷിതത്വക്കുറവ് എന്നിവയൊക്കെ വയോജനങ്ങളുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്നാണ്. തീർച്ചയായും വാർദ്ധക്യം ഒരു രോഗമല്ല, എന്നാൽ പ്രായം കൂടുന്തോറും ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. കേരളത്തിലെ 70 അതിലധികമോ ശതമാനം വയോധികർ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, സന്ധിവാതം തുടങ്ങിയ 1 അതിലധികമോ അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനു പുറമെ മറവി രോഗം, അൽഷിമേഴ്സ്, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളും വാർദ്ധക്യത്തിൽ കൂടുതലായി കാണുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം സ്ത്രീകളുടെ ശരാശരി ആയുർദൈർഘ്യം പുരുഷന്മാരെക്കാൾ കൂടുതലായതിനാൽ കേരളത്തിലെ വയോധികരിൽ സ്ത്രീകളാണ് കൂടുതൽ. ഇതിനെ ഫെമിനൈസേഷൻ ഓഫ് ഏജിംഗ് എന്നാണ് സാമൂഹ്യ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. ഈ വെല്ലുവിളികളെ നേരിടാൻ ഒരുപാട് മാതൃകാപരമായ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധേയമായവയാണ് വയോമിത്രം, വയോജനങ്ങൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ, സമയപ്രഭ, വയോജനങ്ങൾക്കായുള്ള പകൽ വീട്, അതേപോലെ തന്നെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ. ഇതൊക്കെ ലോകത്തിൻ്റെ തന്നെ മാതൃകയായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ പദ്ധതികളാണ്. സംസ്ഥാനത്ത് 1000-ലധികം പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റു പദ്ധതികളും 1000-ലധികം കുടുംബങ്ങൾക്ക്, വയോജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇത്തരം മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴും കേവലം ക്ഷേമ പെൻഷനുകൾ കൊണ്ട് മാത്രം നടപ്പിലാകുന്നതല്ല വയോജന സൗഹൃദ കേരളം എന്നുള്ളത്. വയോജനങ്ങൾക്ക് കേവലം ക്ഷേമ പെൻഷനുകളോ മരുന്നുകളോ മാത്രമല്ല വേണ്ടത്. അതിനേക്കാളപ്പുറം അവർക്ക് സ്നേഹസ്പർശമാണ് വേണ്ടത്, പരിഗണനയാണ് വേണ്ടത്. ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടുക എന്നതാണ് മറ്റേത് പെൻഷനേക്കാളും മറ്റേത് മരുന്നിനേക്കാളും അവർക്ക് ആശ്വാസമേകുന്ന ഒരു കാര്യം. സാങ്കേതിക വിദ്യയെ നമുക്ക് കരുതലിൻ്റെ ഉപകരണങ്ങളാക്കാം. സ്മാർട്ട് ഹെൽത്ത് മോണിറ്ററുകൾ, അടിയന്തര അലേർട്ടുകൾ, ഓൺലൈൻ മെഡിക്കൽ സംവിധാനങ്ങൾ തുടങ്ങിയവ വഴി വിദേശത്തിരിക്കുന്ന മക്കൾക്കും തങ്ങളുടെ മാതാപിതാക്കളെ ആരോഗ്യ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ ഏറെ ഫലപ്രദമാകും. പഞ്ചായത്തുകൾ ഓരോ വാർഡിലും വയോജനങ്ങളുടെ വിവരശേഖരണങ്ങൾ നടത്തണം. യുവജന ക്ലബ്ബുകളും റെസിഡൻഷ്യൽ അസോസിയേഷനുകളും ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളെ സന്ദർശിക്കുന്ന, അവർക്ക് സാന്ത്വനമേകുന്ന പ്രവർത്തനങ്ങൾ ആലോചിക്കണം. വളരെ ദീർഘകാലത്തെ വയോജനങ്ങളുടെ അനുഭവ സമ്പത്ത് സമൂഹത്തിന് തിരികെ നൽകാൻ സിൽവർ എക്കോണമി എന്ന ആശയവും പ്രോത്സാഹിപ്പിക്കപ്പെടണം. അധ്യാപനം, മെൻറ്ററിങ്, കമ്മ്യൂണിറ്റി സേവനം, പാർട്ട് ടൈം ജോബ് എന്നിവയിൽ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് അവരുടെ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ വയോജന സൗഹൃദ കേരളം എന്ന വലിയ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു സമൂഹത്തിൻ്റെ മഹത്വം ആ സമൂഹത്തിലെ കെട്ടിടങ്ങളുടെ വലുപ്പമോ പെരുപ്പമോ കൊണ്ടല്ല അളക്കുന്നത്,
ആ സമൂഹത്തിലെ വയോജനങ്ങൾ എത്രമാത്രം സന്തോഷവാന്മാരായിരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് 2050 ലോകത്തിൽ 6 പേരിൽ ഒരാൾ 65 വയസ്സിന് മുകളിലായിരിക്കുമെന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് വാർദ്ധക്യം ഭാവിയിലെ ഒരു പ്രശ്നമല്ല, ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മൾ മാതാപിതാക്കളുടെ കൈപിടിച്ചാൽ നാളെ നമ്മുടെ കൈപിടിക്കാൻ ഒരു തലമുറയുണ്ടാകും. ഓർക്കുക, വയോജനങ്ങൾ സമൂഹത്തിൻ്റെ ഭാരമല്ല, അനുഭവങ്ങളുടെ മഹാസമ്പത്താണ്. നമുക്കൊരുമിച്ച് ചേർന്ന് ഒരു യഥാർത്ഥ വയോജന സൗഹൃദ കേരളത്തെ സൃഷ്ടിക്കാം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും.